ഹലോ, ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കെന്താ പുട്ടി അടിച്ചാലോ? പുട്ടി അടിക്കലല്ലടാ, മെയിനായിട്ട് കണ്ണെഴുതാം, പിന്നെ നമ്മളുടെ വിങ്സ് എഴുതാം, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്. സോ അത്രേ ഉള്ളൂ. ഇന്ന് 4 പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ സുന്ദരികളാവാൻ പോകുന്നത്. സോ ഈ കാണുന്ന ഒരു ഐ പെൻസിലിൽ ആ സംഭവമാണ് നമ്മളുടെ ഹൈലൈറ്റ്. സോ ഞാൻ എങ്ങനെ എഴുതാമെന്ന് കാണിച്ചു തരാം. കുറേ നാളായിട്ട് വാട്ടർ ലൈൻ എഴുതി എനിക്ക് മേലെ എഴുതാൻ ഞാൻ മറന്നുപോയി. നല്ല സംഭവം എനിക്ക് അങ്ങനെ വഴങ്ങുന്നില്ല. സോ പിന്നെ കണ്ണും കാണുന്നില്ല, പ്രായമായിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വിങ്സ് വരച്ചിട്ട് നമ്മുടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. സോ എനിക്കങ്ങനെ വരുന്നില്ല. അപ്പോൾ ഈ കാണുന്ന പോലെ ഞാൻ മേലെ തേച്ച് കൊടുത്തു. പക്ഷേ ഈ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ കാണുന്ന ഒരു പെൻസിലില്ലേ, അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് ഫേസസിൻ്റെ കേട്ടോ സംഭവം. എന്താ പറയുക, റേറ്റ് ഉണ്ടെങ്കിൽ റേറ്റിനുള്ള പണി എടുക്കുന്ന ഒരൊറ്റ പ്രൊഡക്റ്റായി കാണുന്നത്. സോ നമ്മളിങ്ങനെ കണ്ണെഴുതി കഴിഞ്ഞാൽ നമ്മൾ സുന്ദരിയാവും. ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അടുത്തൊരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മസ്കാര സംഭവം. നമുക്ക് 2-3-4 രോമങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ വെച്ച് നമ്മളങ്ങോട്ട് എന്ത് ചെയ്യണം, അതിനെങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം. അങ്ങനെ നമ്മളുള്ളതിനെ എന്താ പറയുക, പുറത്തേക്ക് എടുത്ത് അതിനൊന്ന് സെറ്റാക്കി എടുക്കുക. ഈ കാണുന്നൊരു മസ്കാര സ്റ്റേസിൻ്റെയാണ്. അടിപൊളി മസ്കാരയാണ്. റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാട്ടോ. പലരും യൂസ് ചെയ്ത്, പ്രത്യേകിച്ച് നല്ല അഫോർഡബിളാണ്. എനിക്ക് തോന്നുന്നു 300 ബിലോ എത്രയും കൂടെ ഉള്ളൂ എന്നാണ്. അത്യാവശ്യം അഫോർഡബിളിൽ കിട്ടുന്നൊരു മസ്കാര കേട്ടത്. സോ സംഭവം വന്നിട്ട് എനിക്ക് തോന്നുന്നു എന്തോ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെന്തോ കണ്ണിലിങ്ങനെ വാക്കുമ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു പോരുന്നുള്ളൂ, കഴുകിയാൽ ഇങ്ങനെ പോരുന്നില്ല എന്ന് പറയണേ. ഞാൻ അങ്ങനെയൊന്നും കളയാറില്ല കേട്ടോ. ഞാനൊന്നില്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ബേബി ഓയിലൊക്കെ ഇട്ടിട്ട് കണ്ണങ്ങോട്ട് തിരുമ്പി അതിനോട് കളയും. സോ ഈ കാണുന്ന കാജലൊക്കെ ഭയങ്കര ജെറ്റ് ബ്ലാക്ക് പോരാ, അതിന് നല്ല ലാസ്റ്റിങ്ങാണ്. പിന്നെ നമ്മൾ ഉരച്ചാലൊന്നും പെട്ടെന്ന് പോയില്ലേ. എനിക്കാണെങ്കിൽ കിടക്കുമ്പോൾ കണ്ണിലൊന്നും ഇരിക്കാനും പാടില്ല. അങ്ങനെയാണ് എൻ്റെ കാര്യം. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വരച്ച് കഴിഞ്ഞാൽ അവിടെ വിങ്സ് വരയ്ക്കണം. അതിനാണ് നമ്മൾ ഈ ഐലൈനർ എടുക്കുന്നത്. സോ ഇങ്ങനെ കാണുന്ന പോലെ ഒന്ന് വരച്ച് കൂട്ടിയെടുക്കുക. എളുപ്പപ്പണിയാണ് കേട്ടോ. ഇങ്ങനെ കണ്ണെഴുതാനൊക്കെ കുറേ സമയം എടുക്കുന്നവരും എഴുതാറിയാത്തവർക്ക് ഇത് മസ്റ്റ് ട്രൈ ആണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ മേലൊരു വരയ്ക്കുക, അടുത്ത വിങ്സ് വരയ്ക്കുക, അത്രയുള്ള കാര്യങ്ങൾ. സോ നമ്മളിങ്ങനെ സൂക്ഷ്മ നിരീക്ഷിച്ചൊക്കെ നമ്മൾ നന്നായി ചെയ്യണം. അപ്പം നമ്മുടെ പണി എളുപ്പത്തിൽ നടക്കും. എങ്ങനെയുണ്ട് കാണുന്ന സ്റ്റെൻസിൻ്റെ തന്നെ 929 എന്ന് പറഞ്ഞൊരു മസ്കാരയായിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. സോ സംഭവം ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് യൂസ് ചെയ്തതിന് ആഫ്റ്റർ ഇങ്ങനെ വെള്ളമായി കഴിഞ്ഞാൽ പിരിന്ന് ഇങ്ങോട്ട് പോരും. നാളായി ഞാൻ വാട്ടർ ലൈൻ തന്നെയാണ് എഴുതുന്നുണ്ടായിരുന്നത്. സോ ഇപ്പോഴാണ് ഞാൻ ഒന്ന് മേലെ എഴുതി ട്രൈ ചെയ്തത്. ഞാൻ ഇങ്ങനെയാട്ടോ കൂടുതലും മേലെ എഴുതാറ്. കൊള്ളാം. ഈ ലുക്കിൽ തന്നെ എനിക്ക് കണ്ണെഴുതി നടക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. സോ ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിക്കായിട്ട് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നതും ഈ കാണുന്ന ടെഡിറ്റിൻ്റെയാണ്. കുറച്ച് ബ്ലഷ് ആക്കി ഇടാം. വേറെ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഈ 4 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ചുമ്മാ മേക്കപ്പ് ചെയ്തത്. ഐ പെൻസിലാണെങ്കിലും ഐലൈനർ ആണെങ്കിലും മസ്കാര ആണെങ്കിലും ഈ കാണുന്ന ലിപ്സ്റ്റിക്കും അത്യാവശ്യം നന്നായി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.